Regional groups and World Trade Organization. It could be rightly asked whether regional groups help or hinder the multilateral trading system of WTO. അതായത് റീജിയണൽ ഗ്രൂപ്പ്സുകൾ സഹായിക്കുകയാണോ അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡിങ്ങിനെ മൾട്ടിലാറ്ററൽ ട്രേഡിങ്ങിനെ തടസ്സപ്പെടുത്തുകയാണോ എന്നാണ് നോക്കുന്നത് കേട്ടോ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈ സംരംഭം എന്ന് പറയുന്നത് റീജിയണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് റീജിയണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. The answer is that regional and multilateral integration initiatives are complementary to each other in the pursuit of open trade. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ റീജിയണൽ മൾട്ടിലാറ്ററൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മുൻകൈ എടുക്കുന്നത് എന്താണ് ഓപ്പൺ ട്രേഡിങ്ങിനെ സഹായിക്കാൻ, അതിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അത് തരത്തിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതിലാണ്. The 1995 study report of WTO Secretariat observes that regional agreements have allowed groups of countries to negotiate rules and commitments. The WTO 1995 നടത്തിയ സ്റ്റഡിയുടെ പ്രകാരം റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർ ഒബ്സർവ് ചെയ്താക്കുന്നത് റീജിയണൽ അഗ്രിമെൻറ്റ്സ് എന്താണ്, രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പുകൾക്കും ഓരോ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കില്ല, അവർ തമ്മിലുള്ള റൂൾസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സുകളുടെ നെഗോസിയേഷനാണ് നടക്കണമെന്നാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് എന്ത് ചെയ്യണത്, ഈ അഗ്രിമെൻറ്റിൽ ഇൻവോൾവ് ചെയ്യണത്. ദീസ് റൂൾസ് പേർഡ് ദ വേ ഫോർ ഉറുഗേ റൗണ്ട് എഗ്രിമെൻറ്റ്. ഇവർ ഉറുഗേ റൗണ്ട് എഗ്രിമെൻറ്റിൻ്റെ പാത പിന്തുടർന്നാണ് അവരുടെ നിയമങ്ങളും മുന്നോട്ട് വല്ല നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഉറുഗേ റൗണ്ട് എഗ്രിമെൻ്റ് ഏത് രീതി നടപ്പാണ് അതിനനുസരിച്ചിട്ടാണ്. The WTO agreements recognize that regional agreements and closer economic integration can benefit countries. WTO പറയുന്നു അവർ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് റീജിയണൽ അറേഞ്ച്മെൻറ്റ്സ് അതുപോലെ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്താണ് രാജ്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതാണ്. നോർമലി സെറ്റിംഗ് അപ്പ് എ കസ്റ്റംസ് യൂണിയൻ ഓർ ഫ്രീ ട്രേഡ് ഏരിയ വുഡ് വയലേറ്റ് ദ WTO's പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഓൾ ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. അതൊരു കസ്റ്റംസ് യൂണിയൻ ഫ്രീ ട്രേഡ് ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് WTO പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ് ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് നൽകുന്നത്. അല്ലാണ്ട് വേറെ ഒരു റെസ്ട്രിക്ഷൻസും എന്തിനില്ല WTOൻ്റെ ഈ റീജിയണൽ ഗ്രൂപ്പ്സിലോ WTOയുടെ ഇൻ്റഗ്രേഷൻ ഇക്കണോമിക് ഇൻ്റഗ്രേഷനിലോ ഇല്ല. ബട്ട് ആർട്ടിക്കിൾ 24 of GATT allows regional trading arrangements as an exception as it would help trade flow more freely among the countries in the group. പക്ഷേ ആർട്ടിക്കിൾ 24 പ്രകാരം പറയണത് ഗാട്ട് ആണ് പറയണത് കേട്ടോ. ഗാട്ടിൻ്റെ ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ 24 പറയുന്നത് എന്താണ്, റീജിയണൽ ട്രേഡിംഗ് അറേഞ്ച്മെൻറ്റ്സ് എന്താണ് അവർക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആസ് ഇറ്റ് വുഡ് ഹെൽപ്പ് ട്രേഡ് ഫ്ലോ കൂടുതൽ ഫ്രീ ആയിട്ട് നടക്കുന്നതിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതും എങ്ങനെയുള്ളത്, ആ ഗ്രൂപ്പിൽ ഉള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിംഗ് എഗ്രിമെൻറ്റ്സുകൾ ദ കൺട്രീസ് ഇൻ ദ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ വരുന്ന രാജ്യങ്ങൾ ഏതാണോ അവരുടെ ഇടയിൽ എന്താണ് ട്രേഡിംഗ് നടത്തുന്നതിനുള്ള ഒരു അധികാരം, ഫ്രീ ഫ്ലോ ആയിട്ട് ട്രേഡിംഗ് നടത്തുന്ന അധികാരമാണ് നൽകുന്നത്. WTO General Council created a committee on regional trade agreements in 1996 to examine regional groups and assess whether they are consistent with the WTO rules. എന്താണ് WTO General Council എന്താണ് കമ്മിറ്റി ഉണ്ട് റീജിയണൽ ട്രേഡ് എഗ്രിമെൻറ്റ്സിൽ. അതിൽ 1996 അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അവർ പറയണത് റീജിയണൽ ഗ്രൂപ്പ്സിൽ അവർ പ്രവർത്തനം വിലയിരുത്തിയപ്പോൾ WTOയുടെ റൂൾസ് എന്താണ് അവർ നിർബന്ധമായിട്ടത് ഫോളോ ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻ്റ് എന്ന സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ റീജിയണൽ ഗ്രൂപ്പുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ദ കമ്മിറ്റി ഫേവേഴ്സ് റീജിയണൽ ഗ്രൂപ്പിംഗ്സ്, ആ കമ്മിറ്റി എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ്, റീജിയണൽ ഗ്രൂപ്പിംഗ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ് കേട്ടോ. then advantages of integration ആണ് പറയുന്നത്. ഫസ്റ്റ് അത് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഓഫ് ദ കൺട്രീസ് ഓഫ് ദ സെയിം റീജിയൻ ഓർ ഏരിയാസ് ഇൻക്രീസസ് ദ സൈസ് ഓഫ് മാർക്കറ്റ്, aggregate demand for products and services, quantity of production, employment and ultimately the economic activity of the region. എന്താണ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ രാജ്യങ്ങൾ തമ്മിൽ പറയുമ്പോൾ എന്താണ്, സെയിം റീജിയൻ ആയിരിക്കും, ഏരിയാസ് ആയിരിക്കും, അവിടെയുള്ള മാർക്കറ്റിന് എന്താണ് സൈസ് ഡിമാൻഡ് ഉയർത്താൻ പറ്റും. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന് സർവീസിന് ഡിമാൻഡ് ഉണ്ടാക്കുന്നതിന് സാധിക്കും. പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മൊത്തത്തിൽ ആ രാജ്യത്തെ പ്രദേശത്തെ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി സഹായിക്കാനായിട്ട് ഇക്കണോമിക് ഇൻ്റഗ്രേഷന് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയണത് ദ പീപ്പിൾ ഓഫ് ദ റീജിയൻ ഗെറ്റ് എ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അറ്റ് കമ്പാരിറ്റീവ്ലി ലോവർ പ്രൈസസ്.
ദിസ് ഫാക്ടർ ഇൻ ടേൺ എൻഹാൻസസ് ദ പർച്ചേസിംഗ് പവർ ആൻഡ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ പീപ്പിൾ. എന്താണ് പറയണത്? കമ്പാരിറ്റീവ് ലോവർ പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് ആ റീജിയനിലുള്ളവർക്ക് പ്രൊഡക്റ്റുകൾ കിട്ടും. ഇത് പർച്ചേസിംഗ് പവർ ഉയർത്തുകയും ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത്, ദ റിസോഴ്സസ് ഓഫ് ദ റീജിയൻ ആർ പൂൾഡ്. ഇൻ അതർ വേർഡ്സ്, ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ കൺട്രീസ് ആർ കമ്പൈൻഡ്. റീജിയനിലെ എല്ലാ റിസോഴ്സും നമ്മൾ എന്താണ് ഉപയോഗിക്കണം? പൂൾഡ് എന്ന് ഒന്നിച്ച് ചേർക്കുന്നുണ്ട്. മറ്റു വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്യുന്നുണ്ട്. ദ പൂളിംഗ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് ഔട്ട്പുട്ട് ഓർ പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു ലാർജ് സ്കെയിൽ ഇക്കണോമീസ്. അപ്പോൾ പൂളിംഗ് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ പറയുന്നത് ഫെസിലിറ്റേറ്റ്സ് ഇക്കണോമീസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷനെ സഹായിക്കുന്നുണ്ട്. അഞ്ചാമത്തത്, റാപ്പിഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് കോൺസിക്വൻറ്റ് ലാർജ് സൈസ് ഓപ്പറേഷൻസ് ഡിമാൻഡ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ്? ടെക്നോളജികളൊക്കെ വളരെ വേഗത്തിലാണ് ഇന്നോവേറ്റീവായിട്ട് മാറുന്നത്, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഓപ്പറേഷൻസിന് കൂടുതലായിട്ട് ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സാധാരണയായിട്ട് വേണ്ടിവരും. Economic integration enables the group of countries to pool required financial resources for the large scale operations. അപ്പോൾ എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഉണ്ടാവുമ്പോൾ എന്താണ്? ആ രാജ്യത്തെ ആ ഗ്രൂപ്പിൽ എത്ര രാജ്യങ്ങളുണ്ടോ അവരുടെ എല്ലാവരും ഫിനാൻഷ്യൽ റിസോഴ്സസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ എങ്ങനെ നടത്താൻ പറ്റും? ഓപ്പറേഷൻ ലാർജ് സ്കെയിലിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Internal reallocation of financial resources based on the reallocation of manufacturing facilities and consumption pattern take place. അതുകൂടാതെ എന്താണ് പറയുന്നത്? ഇൻറ്റേർണൽ ആയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ റിസോഴ്സ് റീഅലോക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മാനുഫാക്ചറിന് വേണ്ടി ഫെസിലിറ്റീസിന് വേണ്ടി വേണം റീഅലോക്കേഷൻ നോക്കിയിട്ടാണ് അവർ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എന്ത് ചെയ്യണത്? റീഅലോക്കേറ്റ് ചെയ്യണത്. പിന്നെ അതുകൂടാതെ കൺസംഷൻ പാറ്റേൺ എങ്ങനെയുള്ളതാണെന്നും കൂടി നോക്കും. കൺസംഷൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുതലുള്ള പ്രൊഡക്റ്റ് ആണോ അത്തരത്തിലുള്ളതാണ് മാനുഫാക്ചർ ചെയ്യണത്. അതിനനുസരിച്ചിട്ടായിരിക്കും ഫിനാൻഷ്യൽ റിസോഴ്സ് അവർ എന്ത് ചെയ്യണത്? കമ്പൈൻ ചെയ്യുന്നത്. അപ്പം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ അത് നടപ്പാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഉള്ളതുകൊണ്ട്. ആറാമത്തെ അഡ്വാൻറ്റേജ്, ലാസ്റ്റത്തെ അഡ്വാൻറ്റേജ് പറയണത് ദ എലിമിനേഷൻ ഓർ റിഡക്ഷൻ ഓഫ് താരിഫ്സ് ആൻഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ദ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആൻഡ് ദർബൈ റെഡ്യൂസസ് ദ പ്രൈസസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. കസ്റ്റമേഴ്സ് ഗെറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഹാവിംഗ് ദ പ്രൊഡക്റ്റ് അറ്റ് ലെസ് പ്രൈസ്. പിന്നെ ട്രേഡ് താരിഫ്സുകളൊന്നുമില്ല, ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്? ഇമ്പോർട്ട് ഡ്യൂട്ടി അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് പ്രൈസ് കുറവിന് അവർക്ക് ലഭ്യമാകും. കസ്റ്റമേഴ്സിന് അതിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എന്താണ്? വളരെ വില കുറവിന് അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ 6 അഡ്വാൻറ്റേജസ് ആണ് എന്തിനുള്ളത്? ഇൻ്റഗ്രേഷനുള്ളത്, എക്കണോമിക് ഇൻ്റഗ്രേഷന് പറയുന്നത്. ഇനി അടുത്തത് ഫോംസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ ട്രേഡ് ബ്ലോക്സ് കേട്ടോ. 5 എണ്ണമാണ് പറയുന്നത്. ഫസ്റ്റത്തെ ഫ്രീ ട്രേഡ് ഏരിയ, 2 കസ്റ്റംസ് യൂണിയൻ, 3 കോമൺ മാർക്കറ്റ്, 4 ഇക്കണോമിക് യൂണിയൻ, 5 ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. ഇങ്ങനെയാണ് ഫോംസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഫോംസ് ഓഫ് ട്രേഡ് ബ്ലോക്സ് പറയണത്. ഒന്നാമത്തെ ഫ്രീ ട്രേഡ് ഏരിയ ആണ് പറയണത്. എ ഫ്രീ ട്രേഡ് ഏരിയ ഈസ് എ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് ടു ബ്രിങ് അബൌട്ട് ഫ്രീ ട്രേഡ് ബിറ്റ്വീൻ ദം. എന്താണ് ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞാൽ? ആ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് ഫ്രീ ആയിട്ട് അവർ തമ്മിൽ ഇടപാട് നടത്താൻ പറ്റും. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് രാജ്യങ്ങൾ തമ്മിലാണുള്ളത്, ആ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് തമ്മിലാണ്. അപ്പോൾ ഫ്രീ ട്രേഡ് ഏരിയ എന്തിന് ഒഴിവാക്കാൻ പറ്റും? അബോളിഷൻ എന്ന് പറഞ്ഞാൽ പാടെ ഒഴിവാക്കാൻ പറ്റും എല്ലാ റെസ്ട്രിക്ഷൻസും. എന്തായിട്ടുള്ളത്? ട്രേഡിങ് ആയിട്ടുള്ളത്, ആൾക്കാരുമായിട്ട് ട്രേഡിങ് നടത്തുന്നത്. മെമ്പേഴ്സാണ് കേട്ടോ. മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് കൺട്രീസിൽ വന്ന രാജ്യങ്ങൾ ഉള്ള ആൾക്കാർ തമ്മിൽ നടത്താൻ പറ്റുള്ളൂ. However, each member is free to determine its commercial policy against non-members. അതുപോലെ തന്നെ എന്തുണ്ട്? ഓരോ മെമ്പേഴ്സിനും നൺ മെമ്പേഴ്സായിട്ടുള്ളവർക്ക് നമ്മൾ ഇടപാട് നടത്തുമ്പോൾ എന്താണ് കൊമേഴ്ഷ്യൽ പോളിസി ഉള്ളതെന്ന് അവർക്ക് സ്വയം അറിയാൻ സാധിക്കും. എക്സാമ്പിൾ ഓഫ് ഫ്രീ ട്രേഡ് ഏരിയ ആർ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, എഫ്റ്റ എന്ന് പറയും. അത് 1960 ഫോം ചെയ്തത്. പിന്നെ ആസിയാൻ അസോസിയേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് 1992 പിന്നെ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ നാഫ്ത അത് 1993 അപ്പോൾ അതെന്താണ്? അത് ഓരോ റീജിയൻ വെച്ചിട്ടാണ് അത് ഇതാക്കണത്, അസോസിയേറ്റ് ചെയ്താക്കണത്. അപ്പോൾ ആസിയാനിലുള്ള ഒരാൾക്ക് എഫ്റ്റയിലുള്ള ഒരു മെമ്പർ ആ രാജ്യത്തുള്ള
ത്തേക്ക് ട്രേഡിംഗ് നടത്തണം എന്താണ് ആ ഗ്രൂപ്പ് ആസിയാൻ്റെ ഗ്രൂപ്പിലുള്ള റൂൾ ആയിരിക്കില്ല അവർക്ക് നമ്മൾ ട്രേഡിംഗ് നടത്തുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തെങ്കിലും ട്രേഡിങ്ങിൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഏർപ്പെടുത്തി എക്സ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താരിഫ്സൊക്കെ അവർക്ക് എന്ത് ചെയ്യാം റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർക്ക് ആസിയാനിലുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലെ എത്ര രാജ്യങ്ങൾ വരുന്നുണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും യാതൊരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ട്രേഡ് നടത്താൻ പറ്റും. അതാണ് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയാസ് exist when countries within a geographical region agree to reduce or eliminate tariff barriers on selected goods imported from other members of the area. This is often the first small step toward the creation of a trading bloc. പിന്നെ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയാസ് ഉണ്ട്. ഒരു ചില ജോഗ്രഫിക്കൽ റീജിയൻ ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് സെലക്റ്റഡ് ഗുഡ്സ് ഉണ്ടായിരിക്കും ഇമ്പോർട്ട് ചെയ്യണം മറ്റുള്ള മെമ്പർ കൺട്രീസിന്. അത്തരത്തിലുള്ളവർക്ക് എന്താണ് താരിഫ്സൊക്കെ എന്താണ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെമ്പർ കൺട്രി അല്ലാത്തവർക്ക് ചെറിയൊരു റേറ്റിൽ മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗുഡ്സുകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ആണ് കേട്ടോ പറയണത്. 5 അഡ്വാൻറ്റേജും 3 ഡിസഡ്വാൻറ്റേജുമാണ് പറയണത്. അതിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയണത് കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുവഴി എന്താണ് രാജ്യങ്ങളുടെ എഫിഷ്യൻസി ഉയർത്തുന്നതിനും അതുപോലെ തന്നെ ബെറ്റർ ക്വാളിറ്റി ഉള്ള ലെസ് എക്സ്പെൻസീവ് കുറവായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യാൻ പറ്റും. എന്താണ് കോമ്പറ്റീഷൻ അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പറയണത് ടഫ് കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ വരികയാണെങ്കിൽ will force countries with to produce more products that they are most efficient at. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നവരാരാണോ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുന്നത് മെച്ചം ഉണ്ടാകുന്നത്. അതാണ് ടഫ് കോമ്പറ്റീഷൻ രാജ്യങ്ങൾ തമ്മിൽ വരികയാണെങ്കിൽ. മോണോപോളീസ് എല്ലാം എന്താണ് കുത്തക അവകാശമൊക്കെ എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണത് ഒരുപാട് മാർക്കറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരെല്ലാവരും ഒരുമിച്ചാണ് എന്ത് ട്രേഡിങ് നടത്തുന്നത്. അപ്പം മാർക്കറ്റിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടർ മാത്രമല്ല മാർക്കറ്റ് എന്ത് ചെയ്യണത് കൺട്രോൾ ചെയ്യണത്. നാലാമത്തത് പ്രൈസസ് ഗോ ഡൗൺ അലവിങ് കൺസ്യൂമേഴ്സ് ടു എൻജോയ് ഹയർ പർച്ചേസിങ് പവർ. എന്താണ് വളരെ ചെറിയൊരു പ്രൈസിനാണ് അവർക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പർച്ചേസിങ് പവർ കൂടും. അതായത് പർച്ചേസിങ് പവർ കൂടുന്നത് എങ്ങനെയാണ് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അവരുടെ കയ്യിലുള്ള കാശ് കൊണ്ട് തന്നെ വാങ്ങാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും അതെല്ലാവരും വാങ്ങുകയാണ് ചെയ്യണം. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഒരേ രീതിയിൽ ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്യും. ലാസ്റ്റത്തെ 5ാമത്തെ അഡ്വാൻറ്റേജ് പറയണത് കൺസ്യൂമേഴ്സ് വിൽ ഗെയിൻ ആക്സസ് ടു വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ദാറ്റ് ആർ ഇൻഎക്സ്പെൻസീവ്. പിന്നെ കസ്റ്റമേഴ്സിന് എന്താണ് ഒരുപാട് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അതും വില കുറവിന് അവർക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും. ഇത്ര അഡ്വാൻറ്റേജാണ് പറയണത്. ഇനി ഡിസഡ്വാൻറ്റേജസ് പറയണത് ഒന്നാമത്തത് കൺട്രീസ് വിത്ത് ലിറ്റിൽ ഓർ നോ ലോസ് ഓൺ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇറ്റ് വുഡ് ബി ഈസി ടു സ്റ്റീൽ ഐഡിയാസ്. എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഇല്ല, അല്ലെങ്കിൽ അങ്ങനൊരു ഇത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിൻ്റെ ട്രേഡിംഗ് സീക്രട്ടുകൾ വളരെ വേഗം ഐഡിയാസ് എന്ത് ചെയ്യും മോഷ്ടിപ്പിക്കപ്പെടാം. രണ്ടാമത്തത് ഔട്ട്സോഴ്സിങ് ജോബ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് മേ ബിക്കം എ ട്രെൻഡ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് നമ്മൾ ജോബ്സിന് ഔട്ട്സോഴ്സ് എടുക്കണം, അതായത് ആളുകളെയോ ഉപകരണങ്ങൾ മെഷീൻസൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വന്തം രാജ്യത്തിലെ ഡെവലപ്പിംഗ് കൺട്രീസ്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജസ് ഫ്രീ ട്രേഡിൻ്റെ പറയുന്നത് ടാക്സ് മെമ്പർ കൺട്രീസിന് എന്താണ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. മെച്ചങ്ങളുണ്ടെങ്കിൽ പോലും ടാക്സിൻ്റെ ഇനത്തിൽ റവന്യൂ കിട്ടുന്ന വരുമാനം വളരെ കുറവായിരിക്കും ആ രാജ്യത്തിന്. ഇനി രണ്ടാമത്തെ ട്രേഡ് ബ്ലോക്കാണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത് കേട്ടോ. കസ്റ്റംസ് യൂണിയൻസ് മോർ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ദാൻ ദ ഫ്രീ ട്രേഡ് ഏരിയ. ഫ്രീ ട്രേഡ് ഏരിയനേക്കാളുള്ള അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷനാണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. ഇത് റെസ്ട്രിക്ഷൻസ് മാത്രമല്ല അവർ എലിമിനേറ്റ് ചെയ്യണത്, പിന്നെ എന്തും കൂടിയുണ്ട് എ യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസി അഗൈൻസ്റ്റ് നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്നൊരു യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസിയാണ് അവർ ഫോളോ ചെയ്യണത്. അല്ലാണ്ട് ഓരോ രാജ്യങ്ങൾക്കനുസരിച്ച് മാറ്റമില്ല. എക്സാമ്പിൾ പറയുന്നത് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ഫോംഡ് 1957. ദർ ഈസ് ഫ്രീ കമ്മോഡിറ്റി ആൻഡ് ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ഇൻസൈഡ് ദ യൂണിയൻ. അപ്പോൾ യൂറോപ്യൻ യൂണിയന് എന്താണ് അതിൻ്റെ ഉള്ളിൽ 1957 ഫോം ചെയ്തത്. അപ്പോൾ ആ യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കമ്മോഡിറ്റി ആയാലും ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ഫ്രീ ആയിട്ട് നടപ്പാക്കുന്നതിന് സാധിക്കും. അതിനെ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് 5 അഡ്വാൻറ്റേജസ് ആണ് പറയണത്. ഫ്രീ ട്രേഡ് എമംഗ് മെമ്പർ കൺട്രീസ്. മെമ്പർ കൺട്രിയിൽ തന്നെ ഫ്രീ ട്രേഡ് നടത്താൻ പറ്റും.
രണ്ടാമത്തെ എന്താണ് പറയുന്നത്, കസ്റ്റംസ് യൂണിയൻ എന്താണ്, റെഗുലേഷൻസ് കസ്റ്റംസ് എന്താണ് അങ്ങനെയുള്ള ചെക്കിംഗ് ഒന്നുമില്ല, അതൊക്കെ പാടെ ഒഴിവാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ പറയണത് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കസ്റ്റംസ് ചെക്ക് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ദ നീഡ് ടു സ്റ്റോപ്പ് അറ്റ് ബോർഡേഴ്സ് നിർത്തി അവർ ചെക്ക് ചെയ്യണ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് അതെന്താണ് ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർക്ക് ചെക്കിങ് നടന്നുള്ളൂ, അല്ലാണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ നാലാമത്തെ പറയുന്നത് വളരെ ഈസി ആയിട്ട് ട്രേഡ് ഡീലിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗോസിയേഷൻ നടത്താനായിട്ട് സാധിക്കും. അഞ്ചാമത്തത് എ കസ്റ്റംസ് യൂണിയൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ് ക്ലോസർ ടു ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ആൻഡ് എ സിംഗിൾ മാർക്കറ്റ്. കസ്റ്റം എന്താണ് സിംഗിൾ മാർക്കറ്റ് ആയിട്ടുണ്ടെങ്കിലും ഇക്കണോമിക് ഇൻ്റഗ്രേഷനായിട്ട് വളരെ എന്താ ക്ലോസ് ആയിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അത് നടപ്പാക്കാനായിട്ട് സാധിക്കും. ഒരു ചെറിയ മാർക്കറ്റ് ആണെങ്കിൽ പോലും അതിനെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് കസ്റ്റംസ് യൂണിയൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഈ 5 അഡ്വാൻറ്റേജാണ് അതിനുള്ളത്. അടുത്ത ഡിസഡ്വാൻറ്റേജസ് ആണ്. കസ്റ്റംസ് യൂണിയൻസ് ഡിസഡ്വാൻറ്റേജസ് ആണ് പറയണത്. 4 ഡിസഡ്വാൻറ്റേജസ് ആണ്. ഒന്നാമത്തെ പറയണത് രാജ്യത്തിന് എന്താണ് സെപ്പറേറ്റ് ഡീൽസ് നെഗോസിയേഷൻ ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ എക്സ്റ്റേണൽ താരിഫ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് മാത്രമേ നെഗോസിയേഷൻ പറ്റുള്ളൂ. ഇത് ഇക്കണോമിക് ആൻഡ് നാഷണൽ സോവറിനിറ്റി അവരുടെ പരമാധികാരത്തിൽ തന്നെ റിഡ്യൂസ് ചെയ്യുന്നതിന് ഒരു അധികാരം ഉണ്ടായിരിക്കില്ല. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏത് രാജ്യത്തിനെന്ന് വെച്ചാൽ അവർക്ക്. രണ്ടാമത് ഡീൽസ് ക്യാൻ ബി സ്ട്രക്ക് ഇഫ് ദേ റെസ്പെക്ട് ദ കോമൺ എക്സ്റ്റേണൽ താരിഫ്. ഡീലിങ്സ് എന്താണ് ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കാം. എന്തുകൊണ്ടാണ് ഒരു കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ താരിഫ് ഉണ്ട്, പുറത്തേക്ക് കൊടുക്കുന്ന ഒരു താരിഫ് ഉണ്ട്, അതിൽ മാത്രമേ ട്രേഡ് നടത്താൻ പറ്റുള്ളൂ. മൂന്നാമത്തത് എ കൺട്രി കനോട്ട് ഗിവ് പ്രിഫറൻഷ്യൽ താരിഫ്സ് ടു എ ഡിക്ലൈനിങ് ഇൻഡസ്ട്രി. ഒരിക്കലും എന്തായാലും ഒരു ഡിക്ലൈനിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും ഒരു പ്രിഫറൻസ് താരിഫിൽ രാജ്യം നൽകുന്നതല്ല, കോമൺ ആയിട്ടുള്ള താരിഫ് തന്നെ എല്ലാവർക്കും ഉണ്ടാവണത്. നാലാമത്തത് എ കോമൺ എക്സ്റ്റേണൽ താരിഫ് ക്യാൻ ലീഡ് ടു ട്രേഡ് ഡൈവേർഷൻ. കോമൺ താരിഫ് വരുമ്പോൾ എന്താണ് ട്രേഡ് ഡൈവേർഷൻ ഉണ്ടാവും, അതായത് ട്രേഡ് പലതരത്തിലൊന്ന് വേർതിരിഞ്ഞ് പോകും, അവർക്ക് ഇഷ്ടമുള്ള വ്യവസായങ്ങളിലേക്ക് മാറും അവർ. അപ്പോൾ എന്തുകൊണ്ടാണത് ആ ഉൽപ്പന്നങ്ങൾക്കനുസരിച്ചിട്ട് മെച്ചം നോക്കിയിട്ടായിരിക്കും അവർ ഏത് തരത്തിൽ ട്രേഡിങ് വേണമെന്ന് പറയണത്. അങ്ങനെ 4 ഡിസഡ്വാൻറ്റേജസ് ആണ് കസ്റ്റംസ് യൂണിയന് പറയണത്. മൂന്നാമത്തത് കോമൺ മാർക്കറ്റാണ് കേട്ടോ, ട്രേഡ് ബ്ലോക്സ് കേട്ടോ. മൂന്നാമത്തെ കോമൺ മാർക്കറ്റാണ്. ദ കോമൺ മാർക്കറ്റ് ഈസ് എ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ദ കസ്റ്റംസ് യൂണിയൻ. എന്താണ് കസ്റ്റംസ് യൂണിയൻ്റെ തന്നെ ഒരു ഭാഗമാണ് കോമൺ മാർക്കറ്റ് എന്ന് പറയണത്. കോമൺ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ പറയണത് ലേബേഴ്സ് ക്യാപിറ്റൽ ആ കോമൺ മാർക്കറ്റിനുള്ളവർക്കൊന്ന് ഫ്രീ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ 2 പ്രത്യേകതകളാണ് പറയണത്. ഫ്രീ ട്രേഡ് എമംഗ് മെമ്പേഴ്സ് ആൻഡ് യൂണിഫോം താരിഫ് പോളിസി ടുവേർഡ്സ് ഔട്ട്സൈഡേഴ്സ്. എന്തിൻ്റെ പോലെ തന്നെയാണ് കസ്റ്റംസ് യൂണിയൻ്റെ പോലെ തന്നെ മെമ്പേഴ്സ് തമ്മിൽ ഫ്രീ ട്രേഡ് നടത്താൻ പറ്റും, പക്ഷേ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുമ്പോൾ എന്താണ് യൂണിഫോം ട്രേഡ് പോളിസി ഉണ്ട്, അതാണ് ഫോളോ ചെയ്യേണ്ടത്. ദർ ഈസ് കൺസിഡറബിൾ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഇൻസൈഡ് എ കോമൺ മാർക്കറ്റ്. എന്താണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ കോമൺ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇക്കണോമി തമ്മിൽ. ആസ് ദർ ഈസ് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് പ്രൊഡക്റ്റ് ഇൻ ദ ഏരിയ. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റും. ദ യൂറോപ്യൻ യൂണിയൻ അച്ചീവ്ഡ് ദ സ്റ്റാറ്റസ് ഓഫ് കോമൺ മാർക്കറ്റ് 1993. 1993 യൂറോപ്യൻ യൂണിയൻ ഏത് സ്റ്റാറ്റസ് കിട്ടിയെന്ന്, കോമൺ മാർക്കറ്റ് എന്നുള്ള സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയണത്. 4 ബെനിഫിറ്റ്സ് ആണ് പറയണത്. ഒന്നാമത്തത് കസ്റ്റംസ് ക്ലിയറൻസ് ഈസ് മിനിമൈസ്ഡ് വിച്ച് റെഡ്യൂസസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്. എന്താണ് കസ്റ്റംസ് ക്ലിയറൻസസ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ട്രാൻസ്പോർട്ട് കോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യുന്നതിന് എന്തുകൊണ്ട് പിന്നെ കോമൺ മാർക്കറ്റ് കൊണ്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയണത് ലോവർ ദ കോസ്റ്റ് ഓഫ് ട്രേഡിംഗ് ഗുഡ്സ് ഇൻ എ കോമൺ മാർക്കറ്റ്. കോമൺ മാർക്കറ്റിൽ എന്താണ് ലോവർ ആണ് കോസ്റ്റ് എന്നത്, എപ്പോഴും എന്താണ് ട്രേഡിംഗ് ഗുഡ്സിന് ലോവർ ആയിരിക്കും. മൂന്നാമത്തത് ലാർജ് യൂറോപ്യൻ മാനുഫാക്ചേഴ്സിന് എന്ത് ചെയ്യാനുണ്ട്, ഒരുപാട് സഹായിക്കാനുണ്ട്. ഏതിൽ പ്രൊഡക്ഷൻ ഇക്കണോമിക് സ്കെയിലിനനുസരിച്ചിട്ട് അവർ പ്രൊഡക്ഷൻ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ കയ്യിലുള്ള എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നതിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിന് സാധിക്കും. നാലാമത്തെ പറയുന്നത് ലാസ്റ്റത്തെ അഡ്വാൻറ്റേജ് പറയണത് ഫ്രീ സർക്കുലേഷൻ ഓഫ് മാനുഫാക്ചേഴ്സ് ആർ നോട്ട് സബ്ജക്റ്റ് ടു കസ്റ്റംസ് ഡ്യൂട്ടീസ് വെൻ ക്രോസിംഗ് ഇക്കണോമിക് യൂണിയൻ ബോർഡേഴ്സ്. എന്താണ് മാനുഫാക്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് അവർക്ക് സർക്കുലേറ്റ് ചെയ്യാൻ എല്ലായിടത്തും നടക്കാനായിട്ട് സാധിക്കും. എന്തില്ല ഇക്കണോമിക് യൂറോപ്യൻ യൂണിയൻ്റെ ബോർഡേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ അത് വിഷയമായിട്ട് വരുന്നില്ലെന്നാണ് പറയണത്. ഏതിലാണത്, കോമൺ മാർക്കറ്റിൽ കേട്ടോ. ഇനി 3 ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. എന്തിനാണ്
കോമൺ മാർക്കറ്റിങ്ങിൻ്റെ കേട്ടോ. ഒന്നാമത്തെ പറയണത് ബിക്കോസ് ഓഫ് എ ഗ്രോയിങ് മെമ്പർഷിപ്പ് ആൻഡ് ഗ്രേറ്റർ ഇക്കണോമിക് ഡൈവർജൻസ് വുഡ് ബി മോർ ഡിഫിക്കൽട്ട് ടു അച്ചീവ് ആൻഡ് ടേക്ക് ലോങ്ങർ ദാൻ വെൻ വിത്തിൻ ദ യൂറോപ്യൻ യൂണിയൻ. എന്താണ് മെമ്പർഷിപ്പ് ഗ്രോയിങ്, അതായത് ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇക്കണോമിക് ഡൈവർജൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിൽ തന്നെയാണ് പ്രവർത്തിക്കണമെങ്കിലും അവിടെ എന്താണ് നമ്മൾക്ക് ആ മാർക്കറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട്. എന്താണത്, വളരെയധികം പോപ്പുലേഷൻ കൂടുതലാണ് അവിടെ, മെമ്പർ കൺട്രീസ് മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. രണ്ടാമത്തത് ദ ഇഷ്യൂ ഓഫ് ടാക്സേഷൻ വിത്തിൻ ദ യൂറോപ്യൻ യൂണിയൻ റിമെയിൻസ് അൺറിസോൾവ്ഡ് ബിക്കോസ് ഓഫ് വേരിയേഷൻസ് ഇൻ ടാക്സ് റേറ്റ്. പിന്നെ എന്താണ്, ടാക്സേഷൻ്റെ റേറ്റിന് എപ്പോഴും എന്താണ് ഇപ്പോഴും അവിടെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണത്, എപ്പോഴും ടാക്സ് റേറ്റ് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ കോമൺ ആയിട്ടൊന്നും സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഇത് പറഞ്ഞാൽ എന്താണ്, ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് യൂറോപ്യൻ യൂണിയൻ ഗുഡ്സ് ഈസ് നോട്ട് ഫ്രീ ഓഫ് ഫ്രോഡ് ആൻഡ് ഇറ്റ് ഈസ് പ്രോബബ്ലി മോർ ഡിഫിക്കൽട്ട് ടു ഡിറ്റക്റ്റ്. യൂറോപ്യൻ യൂണിയൻ്റെ ഗുഡ്സ് ഫ്രീ മൂവ്മെൻറ്റ് ആണെങ്കിലും അതെന്താണ് ഫ്രോഡിൽ നിന്ന്, ചതികളിൽ നിന്ന് എന്താണ് വിമുക്തമല്ല. ചതികൾ ഉണ്ടാവാറുണ്ട്. അവരുടെ ഗുഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് പല ഡ്യൂപ്ലിക്കേറ്റ് ഗുഡ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ അത് എങ്ങനെ നല്ല ഗുഡ്സാണ് ചീത്ത ഗുഡ്സാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കാറില്ല. അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കോമൺ മാർക്കറ്റ്. എന്തുകൊണ്ടാണത്, ഒരുപാട് രാജ്യങ്ങളും അവരുടെ ട്രേഡേഴ്സും അവിടെ വരുന്നത് കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇഷ്ടം പോലെ കിട്ടും. ഇത്രയുമാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. എന്തിൻ്റെയാണ്, കോമൺ മാർക്കറ്റിൻ്റെ കേട്ടോ. നാലാമത് ഇക്കണോമിക് യൂണിയനാണ് കേട്ടോ. ഇക്കണോമിക് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ളത് മോർ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഇൻറ്റഗ്രേഷനാണ് പറയണത്. സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഓഫ് കോമൺ മാർക്കറ്റ് എന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇതിനുള്ളത്, സം ഡിഗ്രി ഓഫ് ഹാർമണൈസേഷൻ ഇക്കണോമിക് പോളിസീസ്. ഇക്കണോമിക് പോളിസീസ് ഒന്നും കൂടി എന്താണ് നല്ലതാണ്. ഹാർമണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണെന്നാണ് പറയണത്. എന്തിനെ സംബന്ധിച്ചിട്ട്, കോമൺ മാർക്കറ്റിനെ കൂടുതൽ. അത് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി ആയിട്ട് നോക്കിയിട്ട് നല്ലത് ഇക്കണോമിക് യൂണിയനാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. ദ ഇക്കണോമിക് കൺട്രീസ് അച്ചീവിങ് ദിസ് ഈസി. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ബ്ലോക്കാണ് അല്ലെങ്കിൽ ട്രേഡിംഗ് ബ്ലോക്കാണ് എന്ന് പറയുന്നത് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയണത് കേട്ടോ. ലാസ്റ്റത് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ആണ് പറയണത്. ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ കംപ്ലീഷൻ ഓഫ് ദ റിമൂവൽ ഓഫ് ഓൾ ബാരിയേഴ്സ് ഓഫ് ഇൻട്രാ ബ്ലോക്ക് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ്, unification of social as well as economic policies, and all the members bound by decisions of a supranational authority consisting of executive, judicial and legislative branches. then economic integration എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും ഒഴിവാക്കി ഇൻട്രാ ബ്ലോക്ക് മൂവ്മെൻറ്റ്, അതായത് ആ മെമ്പർ കൺട്രീസിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഗുഡ്സുകൾ ഫാക്ടേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് നടത്താൻ പറ്റും. അതിൽ യാതൊരു വിധ സാമൂഹ്യമായിട്ടുള്ളതില്ല, ഇക്കണോമിക് പോളിസീസോ മറ്റ് മെമ്പേഴ്സ് ഡിസിഷൻസോ അങ്ങനെയൊന്നുമില്ല. അവിടെ തീരുമാനങ്ങൾ എടുക്കണം തന്നെ ഒരു സൂപ്പർ നാഷണൽ അതോറിറ്റി ഉണ്ട്. അതിലെന്താണ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽസ് ഉണ്ടായിരിക്കും, ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ 5 എണ്ണമാണ് ട്രേഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻസ് കേട്ടോ. ഇവിടെ ഓരോ ഗ്രൂപ്പിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രീ ട്രേഡ് ഏരിയ ആണെങ്കിൽ ഫ്രീ ട്രേഡ് മെമ്പേഴ്സ്, കസ്റ്റംസ് യൂണിയൻ ആണെങ്കിൽ മെമ്പേഴ്സും കോമൺ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ പോളിസിയാണ് വരുന്നത്. ഇനി കോമൺ മാർക്കറ്റ് ആണെങ്കിൽ മെമ്പേഴ്സ് തമ്മിൽ ഫ്രീ ട്രേഡാണ്, കോമൺ ആയിട്ട് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ പോളിസി ഉണ്ട്. ഫ്രീ ഫാക്ടർ മൊബിലിറ്റി വിത്തിൻ ദ മാർക്കറ്റാണ് കോമൺ മാർക്കറ്റിൽ. വിത്തിൻ ദ മാർക്കറ്റ് ഫ്രീ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കത് മൊബിലിറ്റി ഉണ്ട്. ഇനി ഇക്കണോമിക് യൂണിയൻ ആണെങ്കിലോ മെമ്പർ കൺട്രീസ് തമ്മിൽ ഫ്രീ ട്രേഡ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ പോളിസി ഉണ്ട്, ഫ്രീ ഫാക്ടർ മൊബിലിറ്റി വിത്തിൻ ദ മാർക്കറ്റ് ഉണ്ട്. അതുകൂടാതെ ഇക്കണോമിക് പോളിസീസ് ഒന്നും കൂടി ഹാർമണൈസ്ഡ് ആണ്, നല്ലതാണ്. ഇനി ലാസ്റ്റത്തെ ഇക്കണോമിക് ഇൻ്റഗ്രേഷനാണ് പറയണത്. ഫ്രീ ട്രേഡ് ഉണ്ട്, കോമൺ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ പോളിസിയാണ്, ഫ്രീ ഫാക്ടർ മൊബിലിറ്റി വിത്തിൻ ദ മാർക്കറ്റ്, ഹാർമണൈസ്ഡ് ഇക്കണോമിക് പോളിസീസ്. അതുകൂടാതെ എന്താണ് സൂപ്പർ നാഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അവർ ഡിസിഷൻസ് എടുക്കാനായിട്ട്, പൊതുവെ തീരുമാനം എടുക്കാനായിട്ട് അവിടെ എന്തുണ്ട്, ഒരു ഓർഗനൈസ് സ്ട്രക്ചർ കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇക്കണോമിക് ഗ്രൂപ്പ്സിൻ്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് ബ്ലോക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. അതായത് ഈ 5 തമ്മിൽ വേർതിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഇക്കണോമിക് യൂണിയൻ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇക്കണോമിക് ഇൻ്റഗ്രേഷനുമാണ് കേട്ടോ.